ഈ വിഷയത്തിൽ ലഭിച്ച ഒരു റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അതിലെ ചില ഭാഗങ്ങളാണ് ഞാൻ എടുക്കുന്നത്. പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി. ആരാ? സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരികയാണ് എന്ന തലക്കെട്ടോടെ ഒരു വാർത്താ ചാനലിൽ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലിനെക്കുറിച്ച് അന്വേഷിച്ചതിൽ ലഭിച്ച വിവരങ്ങൾ. ഇത് പൊതുസമൂഹം അറിയുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നത്. ബാക്കി അന്വേഷണം നടക്കട്ടെ, അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ വരട്ടെ. പക്ഷേ ഇത് നാട് അറിയേണ്ടതായിട്ടുണ്ട്. 2023 ഡാൻസ് ഓഫ് പിടികൂടി രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടതാണ് ഈ ആരോപണം. ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത്. പിടികൂടിയത് 1200 ഗ്രാം സ്വർണമാണെങ്കിലും കോടതിയിലെത്തിയത് 950 ഗ്രാമിൽ താഴെ മാത്രമാണെന്നാണ് ആരോപണം. സ്ഫോടനാത്മകമായ വാർത്തയല്ലേ? 1200 ഗ്രാം പിടികൂടി, കോടതിയിലെത്തുമ്പോൾ വെറും 950 ഗ്രാം മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കി 250 ഗ്രാം എവിടെ പോയി? അതാണല്ലോ അതിൻ്റെ വ്യംഗ്യം. അപ്പോൾ അതിൽ ഒരു വിശദീകരണം വരുന്നത് 1000 ഗ്രാമിനും 1500 ഗ്രാമിനും ഇടയിൽ വരുന്ന സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് 2023 17, 2022 വർഷത്തിൽ 27, 2024 6 കേസുകൾ പിടിച്ചതായാണ് റിപ്പോർട്ടുള്ളത്. സ്വർണം പിടികൂടിയാൽ നിശ്ചിത നടപടിക്രമങ്ങൾ പാലിച്ചാണ് ബന്ധപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ തൂക്കുന്നതും വേർതിരിച്ചെടുക്കുന്നതും ബന്ദോബസ്തിലെടുക്കുന്നതും. അതായത് സ്വകാര്യമായിട്ടല്ല, ആരൊക്കെയാണോ അതിൻ്റെ ആൾക്കാർ അവരെല്ലാം മുമ്പിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. ഇതിൻ്റെ തൂക്കലും വേർതിരിച്ചെടുക്കലും ബന്ദോബസ്തിലെടുക്കലും ഒക്കെ. ഈ റിപ്പോർട്ട് പ്രകാരം 2022, 2023, 2024 വർഷങ്ങളിൽ 1000 ഗ്രാമിനും 1500 ഗ്രാമിനും ഇടയിൽ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് പിടികൂടിയവരുടെയും പിടികൂടിയ സ്വർണത്തിൻ്റെയും വേർതിരിച്ചെടുക്കുമ്പോൾ ലഭിച്ച സ്വർണത്തിൻ്റെയും കണക്കും വേർതിരിച്ചെടുക്കുമ്പോൾ വന്ന വ്യത്യാസവും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയായി വ്യത്യാസം? ചില ആളുകൾ സ്വർണം കടത്തുന്നത് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലും അടിവസ്ത്രത്തിലുമൊക്കെയാണ്. അത് നേരെ സ്വർണ്ണാട വെക്കുകയല്ല, അത് വസ്ത്രമടക്കമുള്ള തൂക്കമാണ് പിടിക്കുന്ന അവസരത്തിൽ കാണിക്കുന്ന തൂക്കം. ഇത് വസ്ത്രം വേർതിരിച്ചെടുക്കണമെങ്കിൽ കത്തിച്ച് വേർതിരിക്കണം. വസ്ത്രം കത്തിച്ച് വേർതിരിച്ചെടുക്കുന്ന സ്വർണ്ണത്തിൻ്റെ തൂക്കമാണ് രണ്ടാമത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ പാൻറ്റിനോട് ചേർത്തിട്ടാണെങ്കിൽ അതിൻ്റെ തൂക്കമാണ് കാണിക്കുക. അപ്പോൾ പിന്നെ കത്തിച്ചെടുത്തിട്ട് കിട്ടുന്ന സ്വർണ്ണമാണ് യഥാർത്ഥ സ്വർണം, അതിൻ്റെ തൂക്കമാണ് പിന്നെ കാണിക്കുന്നത്. ഇതാണ് രണ്ടളവുകളും തമ്മിൽ വ്യത്യാസം വരുന്നതിന് കാരണം. ഉദാഹരണത്തിന് 2022 ആഗസ്റ്റ് 8 പിടിച്ച സ്വർണം പാൻറ്റിലും അടിവസ്ത്രത്തിലും ലെയറായി തേച്ച് പിടിപ്പിച്ച രീതിയിലാണ് സ്വർണം കൊണ്ടുവന്നത്. കട്ടയായിട്ടല്ല, വെറുതെ ബിസ്ക്കറ്റായിട്ടല്ല, ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. വസ്ത്രങ്ങൾ ഉൾപ്പെടെ തൂക്കിയപ്പോൾ 1519 ഗ്രാം. വസ്ത്രങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുത്തപ്പോൾ 978.85 ഗ്രാം. ഇതാണ് വ്യത്യാസം. ഗൾഫ് രാജ്യങ്ങളിൽ പൗഡർ രൂപത്തിലുള്ള സ്വർണം വാങ്ങി ചില വസ്തുക്കൾ ചേർത്ത് മിശ്രിതമാക്കിയതിന് ശേഷം ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി ശരീരത്തിനകത്ത് വെച്ച് കൊണ്ടുവരുന്നു. അതറിയാലോ എങ്ങനെയാണ്. പൗഡർ രൂപത്തിലുള്ള സ്വർണം മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയിൽ കണ്ടെത്താതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം കടത്തുന്നത്. ഇങ്ങനെയുള്ള ക്യാപ്സ്യൂൾ മിശ്രിതം വേർതിരിക്കുമ്പോൾ സ്വർണത്തിൻ്റെ യഥാർത്ഥ തൂക്കം ക്യാപ്സ്യൂളിൻ്റെ തൂക്കത്തേക്കാൾ കുറവായിരിക്കുമെന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഇത് ഒരു റിപ്പോർട്ട് മാത്രമാണ്, എൻ്റെ കയ്യിൽ കിട്ടിയുള്ള റിപ്പോർട്ടാണ്. ഇതുകൊണ്ടെല്ലാം അവസാനിക്കുകയല്ല. ഇത് ഉയർന്നു വന്ന കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം സംബന്ധിച്ച് ഗൗരവമായി അന്വേഷിക്കുക തന്നെ ചെയ്യും. പക്ഷേ ഇത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഈ കുറ്റവാളികളെ മഹത്വവൽക്കരിക്കരുത്. ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കുറ്റം ചെയ്തയാളെ പിടികൂടി അയാൾ വന്ന് ചാനലിൻ്റെ മുമ്പിൽ വന്ന് പോലീസുകാരെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതെന്തോ ഒരു മഹാകാര്യം കിട്ടിപ്പോയി എന്ന മട്ടിലല്ല കാണേണ്ടത്. അയാൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തു, അതിന് പിടികൂടുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി പോലീസിനെ നിർവീര്യമാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്.
സ്വർണവും ഹവാലപ്പണവും കടത്തുന്നവരെ ശക്തമായി നേരിടുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് ഒരു തരത്തിലും പിന്മാറാൻ കഴിയില്ല. പോലീസിനെ പിന്മാറ്റണം എന്നുദ്ദേശിക്കുന്നവരുണ്ടാവും. അതിനും വഴങ്ങിക്കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. സ്വർണ്ണക്കടത്ത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ കൂടുതൽ ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കാനുള്ളത്. ഇതിൽ ഏതെങ്കിലും ആരോപിക്കുന്ന തരത്തിൽ ഒരു ആരോപണം വന്നാൽ ഗൗരവമായിട്ട് പരിശോധിക്കുകയും ചെയ്യും. ഏതെങ്കിലും തരത്തിലുള്ള ആരോപിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കുറ്റകരമായി നടന്നിട്ടുണ്ടോ അതിന് ഏറ്റവും ഉന്നതമായ ടീമാണ് പരിശോധിക്കുന്നത്. അത് ഉറപ്പുവരുത്തുകയും ചെയ്യും. പക്ഷേ അതിൻ്റെ മേലെ ഇനി കേരളത്തിൽ ഈ സ്വർണം പിടുത്തം വേണ്ട, ഇഷ്ടം പോലെ പോയിക്കോട്ടെ, പോലീസ് അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ടതില്ല, ആ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല.